ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 21ാമത്തെ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ചാലക്കുടി പുഴയുടെ തീരത്താണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഇംഗ്ലീഷ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കുകയും ചെയ്യുന്നു. ധ്യാനത്തിൻ്റെ ഇടവേളകളിൽ നമ്മുടെ പുഴയുടെ തീരത്തായി ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഈശോയുടെ ചിത്രമുണ്ട്. അതിന് അടുത്തായി കുരിശിൻ്റെ വഴി 1-ാം സ്ഥലം തൊട്ട് 14-ാം സ്ഥലം വരെ ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള അവസരവും ഉണ്ട്. ഒത്തിരി വ്യക്തികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. സർവോപരി ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞാനും ഓഫീസ് വർക്കിന് ശേഷം സായം സന്ധ്യയിൽ ഈ സ്ഥലത്തെത്തുക പതിവാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം ഞാൻ പുഴയ്ക്ക് മറുകരയിലേക്ക് നോക്കി. എനിക്ക് വലിയ സന്തോഷമായി. അവിടെ വലിയൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. അത് പറയാൻ കാരണമുണ്ട് സഹോദരങ്ങളെ. പുഴയുടെ തീരത്ത് ഈ മരം മാത്രമാണുള്ളത്. തൊട്ടടുത്ത് ഒറ്റ മരങ്ങൾ പോലും ഇല്ല. മനസ്സ് പ്രക്ഷുബ്ധമാകുമ്പോൾ മനസ്സിനെ ശാന്തമാക്കാൻ നമ്മൾക്ക് പറ്റുക ഒറ്റയ്ക്ക് ആയിരിക്കുക, പ്രകൃതിയിലേക്ക് നോക്കുക, പുഴകൾ ഒഴുകുന്നത് നോക്കുക, ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുക. നമുക്കറിയാം, നമ്മുടെയൊക്കെ മനസ്സ് എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്ന് ഇല്ലല്ലോ. ഓഫീസ് വർക്കിന് ശേഷം കുറച്ച് സമയം ഞാൻ ഈ പുഴയുടെ അരികിലെ ഒരു ബെഞ്ചിലിരിക്കും. ആ മരത്തിലേക്ക് നോക്കും. അങ്ങനെ നോക്കുമ്പം എനിക്ക് വലിയ സന്തോഷമാണ്, പ്രതീക്ഷയാണ് ഈ മരം നൽകുന്നത്. കാരണം വേനൽക്കാലത്ത് പോലും ഈ മരത്തിൻ്റെ ഇലകൾ പച്ചയാണ്. കഴിഞ്ഞ വർഷകാലത്ത് ഡാം തുറന്നു വിട്ടു. ഏകദേശം 2 ദിവസത്തേക്ക് 75% ഈ മരം മുങ്ങിപ്പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഇതിനെ നിരീക്ഷിച്ചു. ഇതിൻ്റെ ഇലകൾ പച്ചയാണ്. കാരണം ഇതിൻ്റെ വേര് ആഴത്തിലേക്ക് ഊന്നിയിരിക്കുകയാണ്. സൂര്യപ്രകാശത്തിനെ നോക്കിയാണ് ഈ മരം ഇരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതവും ഇങ്ങനെയാണ്. അസ്വസ്ഥമായ മനസ്സിൻ്റെ പ്രകൃതം. ചില സമയത്ത് നമുക്ക് പോലും നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. ഈ അവസരത്തിൽ നമ്മൾക്കും ആറ്റുതീരത്തു നട്ടപ്പെട്ട മരം പോലെ ആയിരിക്കുവാൻ ശ്രമിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിലെ 7ഉം 8ഉം വചനങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ടപ്പെട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അതെന്നും ഫലം നൽകിക്കൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതവും ഇതുപോലെ. മനസ്സ് പ്രക്ഷുബ്ധമാകുമ്പോൾ എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോടൊപ്പമാണ് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നത്. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ കൂടുതലായി ദൈവാശ്രയത്വ ബോധത്തിലേക്ക് വരാൻ സാധിക്കണം. മനസ്സ് മരുഭൂമിയാകുന്നത് ജീവിതം തിരക്കേറുമ്പോഴാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കുവാനുള്ള പ്രയാണത്തിലാണ് ഞാനും നിങ്ങളും. ഈ അവസരത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവുക സ്വാഭാവികമാണ്. ഉയർച്ചകളിൽ ഒരുപക്ഷെ അമിതമായ സന്തോഷത്തിൻ്റെ ലഹരിയിലേക്ക് വരാം.
താഴ്ചകളിൽ മനം പതറിപ്പോയ അവസരങ്ങളും ഉണ്ടാകാം. എന്നാൽ ഈ മനസ്സിനെ എങ്ങനെ സംയമനത്തോടെ ഒന്ന് നിയന്ത്രിക്കാൻ, എൻ്റെ സൃഷ്ടപ്രപഞ്ചാവായ ദൈവത്തിലേക്ക് തിരിച്ചു വന്ന് ആ സമാധാനവും ശാന്തിയും അനുഭവിക്കുവാൻ എങ്ങനെ സാധിക്കും? പ്രിയപ്പെട്ടവരെ, ചിതയിൽ നിന്ന് എഴുന്നേറ്റ് വരാം. എന്നാൽ നമ്മുടെയൊക്കെ മനസ്സിനെ അള്ളിപ്പിടിച്ച ചില ചിന്തകളിൽ നിന്ന്, നെഗറ്റീവ് എനർജി നൽകുന്ന ചിന്തകളിൽ നിന്ന് എഴുന്നേറ്റ് വരിക വളരെ പ്രയാസകരമാണ്. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇപ്രകാരമാണ്: നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കണം. ഒരുപക്ഷേ ഇന്നലകളിലും നാളുകളിലും ജീവിക്കുവാനായി പരിശ്രമിക്കുകയാണ് ചിലപ്പോൾ. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്നലകളിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ നല്ല ഓർമ്മകളുണ്ടെങ്കിൽ ആ ഓർമ്മകളെ നമ്മൾക്കെടുക്കാം. മറുവശത്ത് വേദനയുടെ, ദുഃഖത്തിൻ്റെ, ബന്ധങ്ങളുടെ വിള്ളലുകളുടെ, പരാജയത്തിൻ്റെ കഥകൾ മാത്രമാണ് പറയാനുള്ളതെങ്കിൽ ദൈവതൃക്കരങ്ങളിലേക്ക് എന്നെ കേൾക്കുന്ന ഈ നിമിഷം മനസ്സ് പ്രക്ഷുബ്ധമാണെങ്കിൽ, ദൈവമേ, എൻ്റെ ഇന്നലകളെ, തിക്ത അനുഭവങ്ങളെ, വേദനകളെ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇനി ഇന്നലകൾ സമ്മാനിച്ച ദുഃഖങ്ങളും നൊമ്പരങ്ങളുമൊക്കെ നാളെയെക്കുറിച്ച് ചിന്തിപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ പ്രേരിപ്പിക്കുമ്പം ആകുലതയാണ്, അസ്വസ്ഥതയാണ്. ജീവിതത്തിൻ്റെ നിയന്ത്രണം പലപ്പോഴും നഷ്ടമാകുന്ന അവസരങ്ങളിലൂടെ കടന്നു പോകുന്നു. ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ദൈവമേ, എൻ്റെ ഇന്നലകളെക്കുറിച്ചുള്ള ചിന്തകൾ, നാളെയെക്കുറിച്ചുള്ള ചിന്തകൾ ഏറ്റെടുത്ത് എൻ്റെ മനസ്സിന് ശാന്തി നൽകണമേ, സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഇന്നത്തെ സന്തോഷം, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ പ്രഭാതം, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ദിവസം, അതിനെയോർത്ത് നന്ദി പറയാൻ, ഇന്നത്തെ ഉയർച്ചകളെ ഓർത്ത് നന്ദി പറയുവാൻ, ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയ വ്യക്തികളെ ഓർത്ത് നന്ദി പറയുവാൻ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകി അതിനെ ഓർത്ത് നന്ദി പറയുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നിങ്ങളെന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഴയകാല വേദനകളെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചും ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ പോലും മനസ്സ് ആ കാലഘട്ടങ്ങളിലൂടെ, വേദനയിലൂടെ സഞ്ചരിക്കാം. അങ്ങനെ വിഴുപ്പ് ഭാണ്ഡങ്ങളുമായി നടന്നു നീങ്ങുകയാണെങ്കിൽ, ദൈവമേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും സ്പർശിക്കണമേ. തീരാത്ത വേദനകൾ, വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന വേദനകൾ, ദുഃഖത്തിൻ്റെ ഭാരങ്ങൾ, ദൈവമേ, അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, വർഷങ്ങളായി വേദനകളും ഭാരങ്ങളും വഹിച്ചുകൊണ്ട് നടന്ന വ്യക്തികളെ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട്. കൂനുള്ള സ്ത്രീ 18 വർഷം അവൾക്ക് കൂന് ബാധിച്ചിരുന്നു. 12 വർഷം രക്തസ്രാവം ബാധിച്ച സ്ത്രീ. ബെൽസെയ്ദ കുളക്കരയിൽ 38 വർഷമായി തളർവാദം ബാധിച്ച ആ വ്യക്തി. അവരുടെയെല്ലാം ഭാരങ്ങളും നൊമ്പരങ്ങളുമെല്ലാം ഈശോ ഏറ്റെടുത്തു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും വേദനകളും ഓർത്ത് ജീവിതം തള്ളി നീക്കുകയാണെങ്കിൽ, ഇതാ ആ വേദന ഈ നിമിഷം കൊടുക്കൂ. ദൈവം ഏറ്റെടുക്കും. ദൈവം നമ്മുടെ ഇടയിലുണ്ട്. ആ ദൈവത്തോടൊപ്പം നമ്മൾക്ക് സഞ്ചരിക്കാം. ഇന്നലകളും നാളുകളും ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് ഇന്ന് ജീവിക്കുവാനായി നമ്മൾക്ക് പരിശ്രമിക്കാം. ശാന്തമായി ജീവിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ മനസ്സിൽ ഉന്മേഷമുണ്ടാകും. ആ ഉന്മേഷത്തിൻ്റെ സമയത്ത് നല്ല ചിന്തകൾ കൊണ്ട്, നല്ല തീരുമാനങ്ങൾ കൊണ്ട് മനസ്സ് നിറയ്ക്കാനായി ശ്രമിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ദൈവ പരിപാലനയെക്കുറിച്ചാണ് പറയുന്നത്. 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. എന്തു ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ച് ഓർത്തും നിങ്ങൾ ആകുലപ്പെടേണ്ട എന്ന്. ഈ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം.
ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എല്ലാ വേദനകളും കൊടുക്കാം. കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ അറിഞ്ഞു. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയുടെ ഡയറക്ടർ മെൽ ജിബ്സൺ ഒരു ഇൻ്റർവ്യൂ നൽകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വസതിയും ഈ തീപിടുത്തത്തിൽ ഇല്ലാതായി. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ, കുറച്ച് സമയം കാണാതെ വന്നാൽ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അസ്വസ്ഥത, ഒരു ജന്മം കൊണ്ട് പടുത്തുയർത്തിയ ഒരു വീട്, അതിനേക്കാളൊക്കെ ഉപരിയായി ഒത്തിരി കാര്യങ്ങൾ ഭാവിയെക്കുറിച്ച്, ആ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ചെയ്തു വെച്ച പല നല്ല സിനിമകളും പല കാര്യങ്ങളും എല്ലാം ഈ വീട്ടിലുണ്ടായിരുന്നു. വലിയ വേദനയോടെ ദുഃഖത്തോടെ ഏതാനും ദിവസങ്ങൾ അദ്ദേഹം കഴിച്ചുകൂട്ടി. അതിനുശേഷം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് വന്നു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വേദനയെക്കുറിച്ചും തകർച്ചയെക്കുറിച്ചും വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിലെ പ്ലാനിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: വേദന ഒരു വശത്ത് ഉണ്ട്, എങ്കിലും ചെറുപ്പത്തിൽ അപ്പച്ചൻ പറഞ്ഞു തന്ന ഒരു വാക്യമുണ്ട്. ആ വചനവാക്യമാണ് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട എന്ന വചനം. അത് അദ്ദേഹം അവിടെ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടിച്ചേർത്തു, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ പിന്നെ ഒന്നും നമ്മെ ബാധിക്കില്ല എന്ന്. സ്നേഹമുള്ളവരെ, അത് തന്നെയാണ് പൗലോസ് അപ്പസ്തോലനും പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. വലിയ വേദനയിലൂടെ കടന്നുപോയ സമയത്ത് പോലും മെൽ ജിബ്സന് ഇങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ, അതായത് ദൈവം കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല, ഇനിയും പൂർവാധികം ശക്തിയോടെ എല്ലാം പടുത്തുയർത്തുവാൻ എനിക്ക് സാധിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ തീരാ ദുഃഖങ്ങളെ, തകർച്ചകളെ ഓർത്ത് ജീവിച്ചാൽ ജീവിതം മരവിച്ചു പോവുകയുള്ളൂ. മറുവശത്ത് ആ തീരാ ദുഃഖങ്ങളെയും നൊമ്പരങ്ങളെയും ദൈവതൃക്കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ കൊടുത്താൽ ആ ദുഃഖത്തെയെല്ലാം അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 55-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ വചനം പറയുന്നത്: മകനേ മകളെ, നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ആ വേദന, ആ വിഴുപ്പ് പാണ്ഡം, സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, ആരാധനയുടെ മുമ്പിലിരുന്ന് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ആ വേദനയും ദുഃഖവും ഒക്കെ ഈശോ ഏറ്റെടുക്കും. വലിയ വിടുതൽ ലഭിക്കും. എനിക്കറിയാം, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ദൈവത്തിന് നന്ദി പറയുന്നു. എന്നാൽ ചില സമയത്ത് വേദനയിലൂടെ, തിക്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കും. അപ്പോൾ ദൈവം നൽകുന്ന ശക്തി അത് വലുതാണ്. ആ ശക്തി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വികിരണം നമ്മളുമായി അടുത്ത് ഇടപഴകുന്ന വ്യക്തികളിലേക്ക് പോലും ലഭിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 41-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. അതേ സ്നേഹമുള്ളവരെ, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവം എന്നും ഉണ്ട് എന്ന വലിയ ബോധ്യങ്ങളിലേക്ക് വരാം. നമുക്കറിയാം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് വചനം. എന്നാൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായി സമരസപ്പെട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുമ്പം മനസ്സ് പ്രക്ഷുബ്ധമാകാറുണ്ട്. കടലിൽ തിരമാലകൾ, വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് പോലെ മനസ്സിലും വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവാറുണ്ട്. ആ നിമിഷത്തിൽ പോലും നമുക്ക് സംയമനത്തോടെ ദൈവത്തോടൊപ്പമായിരിക്കുവാൻ സാധിക്കട്ടെ. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ
ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ കരസ്പർശമുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതീവ സന്തോഷത്തിൻ്റെ സമയത്തും അതീവ ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിലും ഒരു തീരുമാനവും പ്രിയപ്പെട്ടവരെ നമ്മൾ എടുക്കുവാൻ പാടില്ല. മനസ്സ് ശാന്തമാകുന്ന അവസരങ്ങളിൽ മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഹെറോദോസ് രാജാവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഹെറോദിയായുടെ മകളുടെ ആ നൃത്തത്തിൽ അതീവ സന്തോഷഭരിതനായ ഹെറോദോസ് എന്തു ചോദിച്ചാലും തരാം എന്ന ഒരു വലിയൊരു വാഗ്ദാനം കൊടുക്കുന്നു. അതീവ സന്തോഷത്തിൻ്റെ സമയത്ത് ആ വാഗ്ദാനം നിറവേറ്റുവാനായിട്ട് സ്നാപക യോഹന്നാൻ്റെ ശിരസ് തന്നെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, തീരുമാനങ്ങൾ എടുക്കേണ്ടത് മനസ്സ് ശാന്തമാകുന്ന അവസരത്തിലാണ്. സുവിശേഷത്തിലെ ഈശോ എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കറിയാം. മലമുകളിലേക്ക് പതുക്കെ പിന്മാറുന്നു. അവിടെ പിതാവിനോട് ചോദിച്ച് ശാന്തതയിൽ തീരുമാനങ്ങളെടുക്കുന്ന ഈശോയുടെ ചിത്രം. നെഗറ്റീവ് ചിന്തകൾ പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരാം. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ അത് പോസിറ്റീവ് ചിന്തകളായി മാറ്റുവാനായി ശ്രമിക്കണം. നമ്മുടെയൊക്കെ ചിന്തകളുടെ ദൈർഘ്യം 30 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് 90 സെക്കൻഡ് വരെയാണ്. 90 സെക്കൻഡിന് മുകളിലേക്ക് പോകുന്ന ചിന്തകൾ, ആവർത്തിക്കപ്പെടുന്ന ചില ചിന്തകൾ, നെഗറ്റീവ് എനർജി നൽകുന്ന ചില ചിന്തകൾ, അവ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കട്ടെ. ആവർത്തിക്കപ്പെടുന്ന ചിന്തകളെ മാറ്റാൻ സാധിക്കണം. അല്ലെങ്കിൽ എപ്പോഴും ദുഃഖത്തിൻ്റെ ഭാരവുമായാണ് നമ്മൾ നടക്കുക. ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന അവസരത്തിൽ ഒരു കൗൺസിലിംഗ് സെഷനിലൂടെ കടന്നു പോകുന്നതും നല്ലതാണ്. എനിക്കറിയാം, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു പ്രൊഫസർ ആകസ്മികമായി മരിച്ചു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ വലിയ സപ്പോർട്ടായിരുന്നു. പ്രത്യേകിച്ച് പഠനവുമായി ബന്ധപ്പെട്ട ചില പ്രൊജക്റ്റ് വർക്കുകളിലൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഈ പ്രൊഫസർ വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോട് എനിക്ക് വലിയ അടുപ്പമുണ്ടായി. മരണത്തിന് ശേഷം ഏതാനും ആഴ്ചകളിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു. എന്നാൽ ഞാൻ അതിനെ പതുക്കെ മാറ്റി. കാരണം ദൈവസന്നിധിയിലേക്കാണ് പോയിരിക്കുന്നത്. അങ്ങനെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി വീണ്ടും ആ ചിന്തകൾ വരുമ്പം, ദൈവമേ, ഈ വ്യക്തിയെ ഞാൻ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, അങ്ങ് ഏറ്റെടുത്ത് നിത്യശാന്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പതുക്കെ ആ മനസ്സിൽ ഒരു വിടുതൽ ലഭിച്ചു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ ദുഃഖം ഇപ്പോഴും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ആ വേദനകൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കണം, പ്രാർത്ഥിക്കണം, പതുക്കെ വിടുതലിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇതുപോലെ നെഗറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ചിന്തകളെ ഒരിക്കലും താലോലിക്കാൻ പാടില്ല. അവിടെ പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കണം. വായനകളിലേക്ക് നീങ്ങേണ്ട ഒരു യുഗമാണ് ഇപ്പോൾ. പലപ്പോഴും ഈ യുഗത്തെ വിശേഷിപ്പിക്കുന്നത് സ്ക്രീൻ യുഗം എന്നാണ്. നമുക്കറിയാം അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന്. വായനകളെല്ലാം കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും ഒക്കെ മുമ്പിലായിരിക്കുവാൻ ശ്രമിക്കുന്നു. അതിൽ പോസിറ്റീവായ വശങ്ങളുണ്ട്. എന്നാൽ ഒരു പരിധിയിൽ കൂടുതലാകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. 2024 ജൂലൈ മാസത്തിൽ ഇറക്കിയ ഒരു ലെറ്ററിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്: കഥകളും കവിതകളും യാഥാർത്ഥ്യങ്ങളും നമ്മൾ വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ജീവിതങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും അനുകമ്പയോടെ പെരുമാറാനും സാധിക്കും. അങ്ങനെയെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകുന്ന നിമിഷങ്ങളിൽ വായനയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ശ്രമിക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നല്ല ഹോബികളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഒരുപക്ഷെ നമ്മൾ. എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കളെ പഴയ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കൾ സംഗീതം പഠിക്കാനായി, നൃത്തം പഠിക്കാനായി, ഓർഗൻ, ഗിത്താർ, വയലിൻ
തുടങ്ങിയ ഉപകരണങ്ങൾ വായിക്കാൻ പഠിപ്പിക്കാനായി പറഞ്ഞയക്കാറുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പം അവരുടെ മനസ്സ് വലിയ സന്തോഷം കൊണ്ട് നിറയുകയാണ് ചെയ്യുന്നത്. നല്ല നല്ല ഹോബികൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ഒരുപക്ഷെ പൂന്തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ആ ഒരു ഹോബിയിലേക്ക് വന്നാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ കടിഞ്ഞാനിടാൻ സാധിക്കും. വലിയ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുമ്പോൾ നല്ല സൗഹൃദങ്ങൾ നല്ലതാണ്. ആരെങ്കിലുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളെ കേൾക്കാനും അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ ഉണ്ടെങ്കിൽ വലിയ വേദന തന്നെ മാറും. ചില സാഹചര്യങ്ങളിൽ എൻ്റെ കൂട്ടുകാരനോട് പറയാറുണ്ട്, നീ ഒന്ന് കേട്ടാൽ മതി, തിരിച്ചൊന്നും പറയണ്ട, ആ കേൾക്കുക മാത്രം മതി, തിരിച്ചൊന്നും പറയണ്ട എന്ന് അവർ പറയും. പലപ്പോഴും ഞാനങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നല്ലൊരു കേൾവിക്കാരായി മാറിയാൽ വലിയൊരു പ്രകാശം നമ്മൾ അവരുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയുകയാണ്, പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വ്യായാമം ആവശ്യമാണ്. വലിയ ദുഃഖങ്ങളിലൂടെ പോകുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുവാൻ പോലും തോന്നാറില്ല. ഒരുപക്ഷെ അടച്ചിട്ട മുറിയിൽ ദിവസങ്ങളോളം ഇരിക്കുന്നവരുണ്ട്, സങ്കടത്തോടെ ദുഃഖത്തോടെ ഇരിക്കുന്നവരുണ്ട്. ഈ ചിന്തകളൊക്കെ ഒന്ന് മാറണം, പുറത്തേക്ക് ഇറങ്ങി നടക്കണം. അവിടെ മനോഹരമായ പൂന്തോട്ടങ്ങളുണ്ട്, പടുവൃക്ഷങ്ങളുണ്ട്, ശാന്തമായി ഒഴുകുന്ന പുഴയുണ്ട്, അതോടൊപ്പം ഉല്ലസിക്കുന്ന വ്യക്തികളുണ്ട്. നമുക്കിതൊന്ന് കണ്ണു തുറന്ന് കാണുവാൻ സാധിക്കണം. അങ്ങനെ മനസ്സിനെ ശക്തിപ്പെടുത്തുവാനായി തയ്യാറാകണം. നമ്മുടെയൊക്കെ ചിന്തകൾ, ആ ചിന്തകൾക്കൊക്കെ ഒരു വിരാമമിടുവാനായി സഹായിക്കുന്നത് ഉറക്കമാണ്. വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇപ്രകാരമാണ്: 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയുള്ള സമയത്ത് നമ്മൾ ഉറങ്ങണം. അത് ഓരോ വ്യക്തിയുടെയും ശരീരപ്രകൃതിയെ ആശ്രയിച്ചിരിക്കും. 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെയുള്ള ഉറക്കം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ വലിയ ശാന്തത നമ്മൾക്ക് ലഭിക്കുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ പറയാറുണ്ട്, വലിയ വിഷമമെന്ന് തോന്നുന്ന പാഠഭാഗങ്ങളൊക്കെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വെറുതെ ഒന്ന് വായിക്കുക, അതിനെക്കുറിച്ച് അധികമൊന്നും ചിന്തിക്കേണ്ട, പതുക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പം വീണ്ടും ഒന്ന് വായിക്കുക, അപ്പോൾ അതിനെ നമുക്ക് കരസ്ഥമാക്കുവാനായി സാധിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ മനസ്സ് ഒന്ന് ശാന്തമാക്കി നല്ല ചിന്തകൾ കൊണ്ട് നിറച്ച് നമുക്ക് ഉറങ്ങുവാനായിട്ട് സാധിക്കട്ടെ. ചിലപ്പോൾ ചില വ്യക്തികൾ പറയാറുണ്ട്, അച്ചോ ഉറങ്ങാൻ പറ്റുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണ്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. സ്നേഹമുള്ളവരെ, ശാന്തമായി കിടന്നുറങ്ങി ഉണർന്നെഴുന്നേറ്റ് കർത്താവിൻ്റെ കരസ്പർശം അനുഭവിക്കുവാനായി ശ്രമിക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ മനസ്സ് തകരുമ്പോൾ, പ്രതീക്ഷയില്ലാത്ത അവസരങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവമേ, ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില അവസരങ്ങളിൽ വേദനയുടെ ആധിക്യം മൂലം മനസ്സ് നിയന്ത്രിക്കുവാൻ പറ്റാതെ വരുന്നു. ദൈവമേ, മനസ്സ് അസ്വസ്ഥമാകുന്ന നിമിഷങ്ങളിൽ അങ്ങ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ആറ്റുതീരത്ത് നട്ടപ്പെട്ട മരം പോലെ വരുവാൻ ഓരോ വ്യക്തികളെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.